നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ നടന്നു. ഡബിൾ ഡക്കർ ബസ് ജനുവരി ആദ്യവാരം മുതൽ സർവീസ് നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. കേളത്ത് സ്കേഫോൾഡിംഗ് എന്ന കമ്പനിയിൽ നിന്നും 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് സമരം തുടരുന്നു. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചാണ് സമരം. ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കുന്നത് 3668 കായിക താരങ്ങൾ. അപ്രതീക്ഷിതമായുണ്ടായ ബസ് സമരത്തിൽ വലഞ്ഞ് എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ. വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ തൈക്കാടൻ, ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടുനൽകിയത്. ജില്ലയിലെ വിവിധ നഗരസഭകളിലെ സംവരണ വാർഡുകളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി നഗരസഭകളിലെ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് കളക്ടറേറ്റിൽ നടന്നത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. പുതുക്കാട് വടക്കേത്തൊറവ് സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ വത്സലയാണ് മരിച്ചത്. പെരുമ്പിള്ളിശ്ശേരിയിൽ വീട് കയറി ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലിത്തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വൂർ സ്വദേശി പെരുമ്പിള്ളിശ്ശേരി വീട്ടിൽ ശ്രീനാഥിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചുമട്ടുതൊഴിൽ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് INTUC നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി തിരുവത്ര കുഞ്ചേരി GLP സ്കൂൾ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക KB ബേബി, കൺവീനർ സഫീന ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് LP സ്കൂളിൽ നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 150-ൽ പരം വൈവിധ്യമാർന്ന വിഭവങ്ങൾ അടങ്ങിയ നാടൻ ഭക്ഷ്യമേള സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ നൈസി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 തിരുവത്രയിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. സർവീസ് റോഡ് അരികിലാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന PT ജേക്കബിന്റെ 16ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അത്താണിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാടി പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠനാവശ്യത്തിനായി ഫർണിച്ചർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്ന കന്നിമാസത്തിലെ ആയില്യ പൂജയ്ക്ക് നിരവധി ഭക്തജനങ്ങൾ എത്തി. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊയ്യ പഞ്ചായത്ത് വയോജന സംഗമം പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സാബു കൈതാരൻ അധ്യക്ഷനായി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യ പൂജയിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരികര അയ്യർ എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മുതിർന്ന CPI നേതാവായിരുന്ന PV ബാലകൃഷ്ണന്റെയും ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന KV സാജുവിന്റെയും അനുസ്മരണം നടത്തി. CPI വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്തല സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അങ്കണവാടി കുട്ടികളുടെ കലോത്സവം നടന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദനീഷ് ബാലകലോത്സവം ഉദ്ഘാടനം ചെയ്തു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരി ചിറ യൂണിറ്റും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ റഹ്മീദ് ഉദ്ഘാടനം ചെയ്തു. മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM 3-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. CPM മുളങ്ങുന്നത്തുകാവ് ലോക്കൽ സെക്രട്ടറി PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഉപസമിതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ നടന്ന വികസന സദസ്സിൽ നിന്നും UDF ജനപ്രതിനിധികളും പ്രവർത്തകരും വിട്ടുനിന്നു. LDFന്റെ വികസന സദസ്സ് നുണകൾ പ്രചരിപ്പിക്കാനുള്ള സദസ്സാണെന്ന് ആരോപിച്ചായിരുന്നു UDF ജനപ്രതിനിധികൾ വികസന സദസ്സ് ബഹിഷ്കരിച്ചത്. തൃപ്രയാർ ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറത്തിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമാദരണ ഗാനസന്ധ്യ സംഘടിപ്പിച്ചു. സീതാശ്രമത്തിലെ സ്വാമി പരമസാര ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതിയുടെ പ്രഥമ ബാലചന്ദ്രൻ വടക്കേഴത്ത് സ്മാരക സാഹിതി അക്ഷരനിധി പുരസ്കാരത്തിന് തൃശൂർ ജില്ലാ ജയിൽ ലൈബ്രറി അർഹമായി. ഈ മാസം 20-ന് സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പുരസ്കാരം സമ്മാനിക്കും. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. മുരളി പെരുന്നല്ലി MLA വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കന്നിമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് കൊടകര പൂനിലാർക്കാവ് നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ ആയില്യം പൂജ നടന്നു. ചടങ്ങുകൾക്ക് പാവുമേക്കാട്ട് മനക്കിൽ ജാതവേദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട കുട്ടാടൻ പാടശേഖരത്തിൽ കുട്ടാടൻ കർഷക സമിതി നെൽകൃഷി ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലെ നവീകരിച്ച സ്റ്റേജ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. കൊടകര വാക്കോട്ടായി പാടത്ത് കൊച്ചി സേലം LPG പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പോലീസ് സബ് ഇൻസ്പെക്ടറായി നിയമനം ലഭിച്ച രാഹുൽ രഘുനാഥിനെ മാങ്കുറ്റിപ്പാടം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് ശിവരാമൻ, വൈസ് പ്രസിഡന്റ് MK കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമര സംഗമം നടത്തി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംപ്ഷൻ ഫൊറോന പള്ളിയിലെ പരിശുദ്ധ ഫാത്തിമ നാഥയുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നാളെ നടക്കും. കൊടകര പഞ്ചായത്ത് കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി സംഗമം തൃശൂരിൽ നടന്നു. K രാധാകൃഷ്ണൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളി തണൽ വീടിന്റെ പുതിയ ബ്ലോക്ക് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. അഗതികളും അശരണരും കിടപ്പുരോഗികളും ആയവർക്ക് 5.5 കോടി രൂപ ചിലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് വിമാനത്താവളത്തിന് സമാനമായി നവീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡിന്റെ ത്രിമാന മാതൃക തയ്യാറാവുകയും ചെയ്തു. അടാട്ട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി നിർമ്മിച്ച പാലിയേറ്റീവ് കെയർ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു.
നിർധന കുടുംബാംഗമായ വിദ്യാർത്ഥിക്ക് കോൺഗ്രസിന്റെ കരുതൽ. കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം നാളെ പുന്നമ്പറമ്പ് സെന്ററിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.